പക്ഷെ ഇതേപോലെ പുല്ലുണ്ടാവില്ല, ഇതേപോലെ പുല്ലില്ല. ഇതൊരു ഒന്നായ ഒരു 1.5 പുല്ല് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് മഴ കിട്ടിയില്ലെങ്കിലും കർണാടകത്തിൽ നിന്ന് നമുക്ക് മഴ കിട്ടും. എനിക്ക് 48 വയസ്സും ആ പാവപ്പെട്ട ചേച്ചിക്ക് 30 വയസ്സും. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ക്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്ന കണ്ണൂരാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി കണ്ണൂർ വന്നിട്ട് ഈ ബുൾജറ്റ് എപ്പിൻ്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടില്ല, കുറച്ച് കറക്കവും കാര്യങ്ങളും ഇവരുടെ നാടൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ പല സ്ഥലങ്ങളും ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ 100K അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ 100Kൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ചിലവ് അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്കല്ല ചെയ്യേണ്ടത്. ഇവർ കാരണമാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് എന്താ പറയുക, ഈ ബുൾജറ്റ് കാരണമാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഈ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ 100K അടിപൊളിയാക്കാനുള്ള പരിപാടിക്കാണ്. അതായത് നമ്മുടെ പ്രാന്തന് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ മുന്നിലാണ് കേട്ടോ ഇൻട്രോ എടുക്കണത്. അതായത് ലിബിനിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. തൊട്ടി നമ്മുടെ ഒപ്പം ഉണ്ട്. തൊട്ടിയല്ല അജിലിനെ ഞാൻ വിളിക്കാൻ പറ്റുള്ളൂ. 100K അടിച്ചതിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു. നീ എനിക്ക് കൺഗ്രാറ്റ്സ് പറയണ്ടോ? അവിടെ പാട്ട് അത്രല്ലേ അറിയുള്ളൂ. മതി, അത്ര അറിഞ്ഞാൽ മതി. നമ്മൾ പോണ സ്ഥലം എവിടെയാന്ന് പറഞ്ഞ ഇരിട്ടി അപ്സര. ഇരിട്ടി അപ്സരയിലാണ് ഏറ്റവും ബെസ്റ്റ്. എന്തൊക്കെയാ കിട്ടാന്ന് പറഞ്ഞ നമുക്ക് എന്തുകൊണ്ടും കിട്ടും. അപ്പൊ അടിപൊളി സാധനങ്ങൾ കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് കേക്ക്, പിന്നെ എന്താ പറയാ റോസ്റ്റർ ചിക്കൻ. ഗിഫ്റ്റ് തരട്ടെ? എന്താടാ? വേണ്ട അവൻ പലതും തരും. അതൊന്നും അവൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തരുന്ന സാധനം. അപ്പൊ നമ്മൾ നേരെ കണ്ണൂരില്ല ഇരിട്ടി അപ്സര അല്ലേ? അപ്സര പോകുന്നു, അത് കഴിഞ്ഞ് തലശ്ശേരി പോകുന്നു, അത് കഴിഞ്ഞ് കൂത്തുപറമ്പി പോകുന്നു, അത് കഴിഞ്ഞ് ഇരിട്ടി വരുന്നു, അത് കഴിഞ്ഞ് എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ എനിക്ക് കാണിച്ചു തരും ഒറ്റയടിക്കാൻ കാണിയോ. പിന്നെ പ്രതീക്ഷയുടെ നിലത്ത് ഇരിക്കാനും സമയമില്ല. അപ്പനൊരു കാര്യം പ്രതീക്ഷനെ ഏൽപ്പിച്ചു. അപ്പൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ലിബിന്റെ കല്യാണ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ലിബിന്റെ കല്യാണം 3 മാസം കൊണ്ട് നടത്തി കൊടുക്കണമെന്നാണ് അപ്പൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങളിപ്പോ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഏത് പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാലും അവിടെ തന്നെ വണ്ടി നിർത്തില്ലേടാ. ഒരു ചേട്ടന്റെ അടുത്ത് പോയിട്ട് വളരെ കോമഡി ആയിപ്പോയി കേട്ടോ. പ്രതീക്ഷേട്ടൻ പറഞ്ഞു ഇവനെ കല്യാണം കഴിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ വഴിയെ പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് ഇതിന് നീ ഇഷ്ടപ്പെട്ട നോക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ആള് പറഞ്ഞു ശരിക്കും നോക്ക്, ഇഷ്ടപ്പെട്ടോ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയും ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. നാട്ടിലിറങ്ങാൻ പറ്റാത്ത ചിക്കൻ മേടിക്കാൻ പോകുന്നവരാണോ? അല്ല, ആള് പറയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ തന്നെ പറയാം. അപ്പൊ എന്തായാലും എന്താ പറയാ, ലിബിന് എത്രയും പെട്ടെന്ന് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഞങ്ങള് ഇന്ന് ഈ കണ്ണൂർ വശം മുഴുവൻ കറങ്ങി അടിക്കാനുള്ള പരിപാടിയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ മേടിക്കണുള്ളൂ. അപ്പൊ എത്ര കോളേജുകളുണ്ടോ അവിടെയൊക്കെ പോയി നിന്ന് ലിബിനെ ഏത് ഇഷ്ടപ്പെട്ടോ അതിന്റെ അവിടെ നമ്മള് നേരെ പോയി അന്വേഷിക്കണം കേട്ടോ ഫസ്റ്റ്. ഓക്കെ, സന്തോഷമായ ഒന്ന് ചിരിച്ച ലാസ്റ്റ് എന്നെ ഏതെന്നറിയോ, എല്ലാം ഉറപ്പിച്ചില്ല പ്രതീക്ഷേട്ടൻ 2ാം കല്യാണത്തിന് തയ്യാറായി നിൽക്കുന്നോളാം. ഇതെല്ലാം പറയുമ്പോഴേ ലിബിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുവാ. തൊട്ടി പറയണ്ട, തൊട്ടിയുടെ കാര്യം ഓക്കെ കേട്ടോ. തൊട്ടിയുടെ കേസ് സംസാരിക്കാൻ പോകണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മള് നാളെ കഴിഞ്ഞായിട്ട് തൊട്ടിയുടെ പറഞ്ഞില്ലേ, ആ വീട്ടിൽ കയറി നമ്മൾ ഉറപ്പിച്ചു വെക്കാൻ പോവാ തൊട്ടിയുടെ കാര്യം. ഞാൻ പുറകിൽ ആംബുലൻസുമായിട്ട് വന്നേക്കാം. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനവും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനവും. തൃശ്ശൂരിന്ന് പ്രതീക്ഷ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ലടാ, ആരും സമ്മതിക്കില്ല. എന്റെ ആരാധകർ സമ്മതിക്കില്ല. നേർവഴിക്ക് നടത്താനാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എല്ലാ പിള്ളേരെയും വഷളാക്കിട്ട് തിരിച്ചു ഓടാ ഇരിട്ടി അപ്സര അവിടെ ഇനി ഇരിട്ടി അപ്സര ലക്ഷ്യം അത് തന്നെ. ഒരു രക്ഷയില്ലട്ടോ. ഇരിട്ടി ടൗൺ ഫുള്ളും മഴ എന്ന് പറഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റാത്ത സൈസ് മഴയാ. അപ്പൊ അതുകൊണ്ട് തന്നെ കറി കയറിയിരിക്കുക, പ്രശ്നം കഴിഞ്ഞു. അത് കഴിഞ്ഞു. പക്ഷെ സാധനങ്ങൾ നിങ്ങൾക്ക് തിന്നാനൊക്കെ വേണ്ടേ? ഇന്ന് പിന്നെ പെണ്ണ് കാണല് നടക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ പറ്റില്ല. ഈ നിലയ്ക്കുള്ള മഴത്തിറങ്ങി എവിടെ പെണ്ണ് കാണിക്കാനവനെ ഒരു രക്ഷയില്ല. അപ്പൊ അത് കാരണം ഞങ്ങള് വിചാരിച്ചു ഫുഡ് മേടിച്ചിട്ട് കഴിക്കാം. അത് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളൂ. പിന്നെ ഇവരെന്തോ മിൽക്ക് ഷേക്കോ എന്തോ ഷാർജ ഷേക്കൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ചോദിക്കണതേ ഒരു സംശയം, നമ്മളിപ്പോ എന്തിനാണ് പോണത്? നമ്മളെന്തിനാ പോകുന്നത്? എന്തിന്റെ ചെലവിനിപ്പോ നമ്മൾ പോണേ? പ്രതീക്ഷേട്ടന്റെ 2ാം കല്യാണത്തിനുള്ള ചെലവ്.
അതിനൊന്ന് വിചാരിച്ചിട്ട് നേരത്തെ കൺഗ്രാജുലേഷൻ ആ പാട്ടൊക്കെ വെരി ഗുഡ്. അല്ലടാ 100K യൂട്യൂബില് നമ്മള് 100K ഇങ്ങോട്ട് പിടി 1 ലക്ഷം സബ്സ്ക്രൈബർ ആയതിന്റെ ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. വീട്ടിലുള്ള ചെലവ് നിതയും പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ അത് അവർക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഗായ്സ്, വലിയൊരു അത്ഭുതം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ ആയിരുന്നു സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഒപ്പം നമ്മൾ കേക്ക് മുറിച്ച സ്ഥലമായിരുന്നു ഈ അപ്സര എന്ന് പറയുന്നത്. ഈ ബേക്കേഴ്സിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നത്. ഇവിടുന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് കൂടുതലും കേക്ക് തിന്നാനുള്ള യോഗം ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ ഏതാണ് തീരുമാനിച്ചിട്ടുള്ളത്? എവിടെ ചേട്ടാ? ഇതല്ലേ ഈ ബബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ചേട്ടൻ പറഞ്ഞത് ബെസ്റ്റ് ആണ് അല്ലേ ചേട്ടാ? എന്താ ചേട്ടൻ്റെ പേരെന്താ? റംഷീദ്. എന്താ? റംഷീദ്. ആ, ചേട്ടൻ പറയുന്നത് ഇതാണ് ടോപ്പ്. കേക്ക് എടുത്ത് തരുന്ന ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഇഷ്ടംപോലെ കേക്കുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ടോപ്പ് ബബിൾസ് ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ ഒരു കേക്ക് മേടിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ അടിപൊളിയാണെന്നുള്ള വിശ്വാസത്തിൽ അത് മേടിച്ച് നമുക്ക് കയ്യിൽ വയ്ക്കാം. ബർത്ത്ഡേക്കാണ് നമ്മൾ കേക്ക് ഇവിടെ വന്നിട്ട് സെലിബ്രേഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി വേറെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കട്ടെ കേട്ടോ. മറവിയുണ്ട് കേട്ടാ ചേട്ടാ. വാച്ച് 2 കൊല്ലമല്ലേ എനിക്കൊന്നും. സമയം നേരം വൈകിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 6 മണിയായിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കുന്നത് 8 മണിക്കാണ്. അപ്പൊ അത് 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയും എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടോ. നമ്മുടെ ഇരിട്ടിപ്പാലം ഉണ്ട്, പഴയ പാലം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഏത് ഇതിവിടെ നടന്നിട്ടുള്ള ഞാൻ നടന്നിട്ടുള്ള പഴയ പാലം. അത് പഴയ പാലം അല്ല, ഇത് പഴയ പാലം. ഇതാണ് കേട്ടോ പഴയ ഇരിട്ടിപ്പാലം. ഇതിന് ഐതിഹ്യങ്ങൾ കുറെ ഉണ്ട്. ആ ഐതിഹ്യമാണ് ഈ പാലം. കളഞ്ഞു. പുതിയ പാലം വന്നപ്പോ പഴയ പാലത്തിന് ഐതിഹ്യം ഉണ്ട്. പണ്ട് വന്ന് നടന്നായിരുന്ന പാലാന്ന് കൈ പിടിച്ച സൈഡിക്കട അല്ലേ? ഈ പാലത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. ഈ പാലം വണ്ടി കയറുമ്പോ കുലുങ്ങായിരുന്നു. നീ നടക്കുമ്പോ ഞാൻ കുലുങ്ങൂല. നീ കുലുങ്ങൂലാന്നോ പാലം കുലുങ്ങൂലാന്നോ? ഞാൻ കുലുങ്ങൂല. അജിൽ എവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണം? അജിൽ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോവാന്ന് അറിയില്ല. അജിൽ പറഞ്ഞു ഇവിടെ ബെസ്റ്റ് ഒരു സ്ഥലമുണ്ട്, വീണ്ടും നമുക്ക് അങ്ങോട്ട് പോവാന്ന്. ഏതാണ് ആ സ്ഥലം? എവിടെ പറഞ്ഞു? പുഴയുടെ തീരത്തുകൂടെയൊക്കെ നമുക്ക് നടന്നിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ പോവാണ്. പക്ഷെ ഇരിട്ടിപ്പുഴ എന്ന് പറഞ്ഞ ഒരു പുഴേന്റെ അകത്ത് ഇവൻ നീന്തി അക്കരെ കിടക്കുമെന്ന് ഇപ്പം പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നീന്താനാണോ പോണേ? ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന നീന്തൽ മത്സരമാണ് സുഹൃത്തുക്കളെ. നീന്തൽ മത്സരം തൊട്ടിന്ന് വെച്ച് കഴിഞ്ഞാല് അജിലിന്ന് വെച്ച് കഴിഞ്ഞാല് ഇരിട്ടിപ്പുഴ 3 വട്ടം നീന്തി ഇപ്പുറം വരും. അതൊരു പ്രത്യേക ചരിത്രമുണ്ട്. ഈശ്വര, 4ാമത്തെ നീന്തലും വളവട്ടം വെട്ടി മുക്കിയിടൊന്നും എന്തായാലും ആ സ്ഥലത്തേക്ക് തന്നെ പൊട്ട വേണ്ടി. ഓ ഗൈസ്, നമ്മുടെ തൊട്ട് നോക്കിയാൽ നമ്മളെ അടിപൊളി സ്ഥലത്തേക്കായിട്ട് കൊണ്ടുവന്നേക്കണേ. നോക്കിയാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സൂപ്പർ സ്ഥലമാണ്. അപ്പൊ നമ്മുടെ പ്രാന്തനത അങ്ങ് അകലെ ഒതുക്കി നിർത്തിയിട്ട് നോക്കിയേ, എന്തോ ഒരു ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് പച്ചപ്പ്. നമ്മുടെ ഗ്രൗണ്ടാ. എന്താ വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടാവും. ഇതേപോലത്തെ വേറെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇതേപോലെ പുല്ലുണ്ടാവില്ല. ഇതേപോലെ പുല്ലില്ല. ഇതൊരു ഒന്നായ ഒരു 1.5 പുല്ല് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കട്ടെ. നോക്കിയാൽ നിങ്ങൾ ചുറ്റുപുറം. ഇതിന് പറയാ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കേറൂല. കേറൂല്ലേ? കേറുമായിരിക്കും. അത് മഴ പെയ്താൽ മാത്രം, ഇല്ലാത്തപ്പോ ഇല്ല. തള്ളി പൊട്ടിക്കുകയാണ്. ഡാം അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് മഴക്കാലത്ത് ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും. പക്ഷെ ഒരു പ്രത്യേക വൈബിളുള്ള സ്ഥലം. ഞാനിവിടെ 4 ഗോൾ ഇട്ടിട്ടുള്ള 4 ഗോൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കണ ഗ്രൗണ്ടാണ് കേട്ടോ. ഒരു ഗ്രൗണ്ട് അല്ല, 2 ഗ്രൗണ്ട്. അതേ അപ്പുറത്തും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ കൊറോണ അല്ലായിരുന്നു. ഇപ്പം ടൂർണമെന്റിന്റെ ബഹളമായിരിക്കും. ടൂർണമെന്റ് തന്നെയാവൂല. ഞാനിതേപോലെ കുറെ ഗോൾ അടിച്ചിട്ടുള്ളതാ വീട്ടില്. അല്ലാണ്ട് പിന്നെ എവിടെയാ ഗോൾ അടിക്കണേ? എനിക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് വീട്ടിലല്ലേ. അടിപൊളി സ്ഥലത്തെത്തി, നല്ല ഹാപ്പി ആയി ഞങ്ങൾ. അടിപൊളിയായിട്ട് എന്താ പറയാ, കുറേ നേരം. ഏറ്റവും കൂടുതൽ നമ്മൾ ബോളിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടിക്കാണ് നാണം വരുന്നത്. എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എനിക്കറിയില്ല. വണ്ടിയും കൂടെ ഇറക്കാൻ പറ്റുമോ? ഞങ്ങൾ വണ്ടി ഇറക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷെ എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഇവിടെ വണ്ടി ഇറക്കുള്ളൂ. അതില്ല, വണ്ടി ഇറക്കിയാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് കറക്റ്റ് ആണ്, നമുക്ക് ഇറക്കണമെങ്കിൽ ഇറക്കാം. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ഇറക്കി, ഞാൻ ഓടിക്കാം. അല്ലല്ല, അതിന്റെ പ്രശ്നം പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിൽ തൊട്ടി പറഞ്ഞത്. അല്ല, അജില് പറഞ്ഞത്. എന്തെങ്കിലും ബൈ ചാൻസ് വല്ല പറമ്പ് നാശാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തൃശ്ശൂർ അത് ഞാൻ എത്തിച്ചോളാം, പേടിക്കണ്ട. വണ്ടി എത്തിക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ 2 വണ്ടി കറക്കി തിരിക്കാം. പണി തരാൻ വേണ്ടിട്ടാ. ഓടാ അവിടെ നിന്ന് എനിക്ക് എന്റെ കുടുംബത്തിൽ പോകണം, അതറിയില്ല അല്ലേ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി സ്ഥലത്ത്. അവിടെയൊക്കെ ഇങ്ങനത്തെ ഗ്രൗണ്ടുകളുണ്ടോ? ഇങ്ങനത്തെ
അറിയില്ല കേട്ടോ, ഇത്ര അതാണ് വിശാലമാണ്. നമ്മുടെ ഇരിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ഇരിട്ടി ഇപ്പൊ നമ്മളെ ഏതൊക്കെ സ്ഥലം പോയിട്ട് 5-6 സ്ഥലം ഏതെങ്കിലും എനിക്ക് സ്ഥലം മനസ്സിലായില്ല. ഏതാ പാലക്കയം തട്ടി മറ്റിവിടെ പോയിട്ടുണ്ട്, മണിക്കട മറ്റിവിടെ കാഞ്ഞിരക്കൊല്ലി പോയിട്ടുണ്ട്, പിന്നെ മറ്റേ പാലത്തും തട്ട് പോയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പോയത് ഇന്നലെ വൈകുന്നേരം രാത്രി പോയ ഒരു വ്യൂ പോയിന്റ് കാലാങ്കി. ഗായ്സ് നമ്മുടെ എന്താ പറയാ ഈ സ്ഥലത്തിന്റെ പേര് ഇടുക്കി. ഇരിട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വൈറ്റ് ആയിട്ടുണ്ട് ഇരുട്ടാവും. അതാണ് അത് ഇവിടുത്തെ പ്രത്യേകത അല്ലേ, ഇരിട്ടിയുടെ പ്രത്യേകത. ഭയങ്കര സംഭവം. എന്തായാലും ഇരിട്ടിയിൽ കുറെ സ്ഥലങ്ങൾ കാണാണ്ട്, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനുള്ള സ്ഥലം. ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആർക്കും അറിയത്തില്ല, പക്ഷെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇരിട്ടിനെ കുറിച്ച്. ഞാന് അറിയാണ്ട് പറഞ്ഞു പോയി ഇവനോട് ഒന്ന് തള്ളാൻ. പക്ഷെ ഈ നിലയ്ക്കുള്ളൊരു എന്തെങ്കിലും നമുക്ക് ഇവിടെ ഫുട്ബോൾ കളിക്കാം. ബോള് വണ്ടിയിലുണ്ട്, എടുത്തിട്ട് വരുന്നോ? ബോൾ നാളെ ഫുട്ബോൾ കൊണ്ട് ഒന്ന് പോയിരിക്കാം. എന്തിനാ അവിടെ നിന്നൊക്കെ പോലീസ് വരുന്ന സമയത്ത് അതാണ് കേട്ടോ. ഇത് ഏത് റോഡ് എന്നാ പറയാ? ഇരിട്ടി. ഇത് നമ്മളെ ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ്, അങ്ങനെ പോയിട്ട് ഇരിക്കൂർ. ആ പാലാണ് ഈ കാണുന്ന. ഈ പുഴയോ എന്ത്? ഇരിട്ടിപ്പുഴ. ഇത് ഇരിട്ടിപ്പുഴ. ഓക്കെ, അപ്പൊ ഇരിട്ടിപ്പുഴയുടെയും ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ ഒക്കെ കൂടുതൽ ടവർ ഉള്ള ഈ മേഖലയിലാ റേഞ്ച് ഉള്ളത്. 5 ടവർ ഉണ്ട് ഇവിടെ. ഇത് ഇതൊക്കെ ഉള്ളതാണോ? നാടിനെ കുറിച്ചൊന്നും പറയാൻ പറഞ്ഞപ്പോ ഇവന്റെ വായ അടയ്ക്കാൻ പറ്റണില്ല. എന്നെ തള്ളടവെന്നുള്ള ഇവൻ ഈ ടവറിന്റെ കാര്യം പറഞ്ഞിട്ട് ഇലക്ട്രിക് ടവർ പോടാ അവിടുന്ന്. ടവർ പോലും ഞാൻ വിചാരിച്ചു എനിക്ക് പോലും റേഞ്ച് കിട്ടണില്ലടാ. ഇവിടെ തന്നെ 2 ഉണ്ടെന്ന്. ഇവിടെ 2 ടവർ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കി ഇപ്പൊ 5 ടവറാ പറഞ്ഞത്. നോക്കിയപ്പോ ടവർ കാണാനില്ല, ഇലക്ട്രിക് ടവർ 2 ഉണ്ടെങ്കിൽ 5 പറയുള്ളൂ. എടാ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മളെ ആസാമിലെ ബീഹാറിലെ മേഘാലയയിലൊന്നും അല്ല കേട്ടോ, നമ്മള് കേരളത്തിലെ നിന്റെ നാട്ടിലാണ് ആൾക്കാർ അറിയാം. അല്ല നമ്മള് കാര്യട്ടെ, നമ്മള് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ പൊക്കി പറയുന്നേക്കാളും ഭേദം നമ്മുടെ നാടിനെ കുറിച്ച് 2 വർഷം നമ്മുടെ നാട്ടിലെ പൊക്കി പറയണോണ്ടല്ല, ഇത് കേട്ടാ പറയണ തെണ്ടി നിനക്ക് അറിയില്ലടാ കറക്റ്റ് സ്ഥലം ഏതാണെന്ന് ആൾക്കാർ ചോദിക്കും. ആസാം പോലെയല്ല കേരളം. കേരളത്തിന്റെ 10 മടങ്ങ് പോലും ആസാം ഇല്ല. 10-ൽ 5% ആസാം ഇല്ല. ആസാം വലുതല്ലേ നമ്മുടെ? അങ്ങനെയല്ല, നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ ഡെവലപ്പും എല്ലാം നോക്കുക. അത് ശരിയാണ്. മറ്റുള്ള ഏത് സ്ഥലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളമാണ് ഏറ്റവും ഡെവലപ്മെന്റും അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ആൾക്കാരും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ആയിക്കോട്ടെ, കേരളത്തിന് അത്രയും ഒന്നും അവരിവിടെയും വരൂല. തൊട്ടി നിനക്ക് നിന്റെ നാടിനെ കുറിച്ചൊന്നും പൊക്കി പറയാൻ. കേരളത്തിന്റെ ഒരു ഒത്തൊരുമ. അല്ല, നാടിനെ കുറിച്ച് പറഞ്ഞാൽ മതി, കേരളത്തിനെ മൊത്താക്കിയോ. ഭയങ്കര ബ്യൂട്ടിഫുൾ. പക്ഷെ ഇരിട്ടിപ്പുഴയിലെ വെള്ളം ഞങ്ങളെ ശോകാക്കി. അതല്ല ഇവിടെ വെള്ളം മുങ്ങി കഴിഞ്ഞാലേ ഇവിടം വരെ വെള്ളം. ഇത് ഇരിട്ടിപ്പുഴയല്ല, ഇത് തോടാ. പുഴയിലേക്ക് ലയിക്കാൻ പോണുള്ളൂ അല്ലേ? ഇവിടെ ചൂണ്ടിട്ടാല് ഒരു 5 കിലോ ഉള്ള 10 കിലോ. ഞങ്ങളവിടെ 15 കിട്ടും. എന്റെ ചെറുതിലുണ്ട് 50. 100 കിലോ. എന്റെ ചെക്കൻ കേക്കണ്ട, അവൻ ചൂണ്ടിയിട്ട് 2 കിലോ ഉള്ള ചാളനെ പിടിച്ചിട്ടുള്ളവനാ തോട്ടീന്ന്. പിന്നെ എന്റെ ചെക്കനോടാണ് കളി. മഴ പെയ്തു, ഞങ്ങളെ തള്ളി മടുത്തെന്ന് പറയില്ലേ. എന്തായാലും അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാല്. ചേട്ടായി ഈ മഴ ഇവിടെ 2 ഫോറസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റ് ഉണ്ട്, കേരള ഫോറസ്റ്റ് ഉണ്ട് ഈ ഏരിയ തന്നെ. അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് മഴ കിട്ടിയില്ലെങ്കിലും കർണാടകത്തിൽ നിന്ന് നമുക്ക് മഴ കിട്ടും. തണുവും അതേപോലെ തന്നെയാണ്. മഴ ഉറപ്പാണ്. പക്ഷെ ഇവന്റെ മുഖത്ത് ഇതൊക്കെ പറയുമ്പോ ഒരു ചിരി വരുന്നുണ്ടല്ലോ, അതെന്താടാ? അല്ല, സത്യം പറഞ്ഞാണ്. ഇവിടെ 2 ഫോറസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ കേരളത്തിന്റെ ഫോറസ്റ്റും ഉണ്ട്, കർണാടകത്തിന്റെ ഫോറസ്റ്റും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവര് താമസിക്കുന്നതിന്റെ അവിടെ നിന്ന് ഇത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ കർണാടകയാണ് കേട്ടോ. 2 കിലോമീറ്റർ 1 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കർണാടകയാണ്. ഇവന്റെ വീടിന്റെ അവിടെ നിന്ന് ഇവൻ ശരിക്കും പറയുകയാണെങ്കിൽ കർണാടകത്തിന്റെ ബോർഡറിലുള്ള ഇവന്റെ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെക്കണത് മുറ്റത്തേക്ക് വെച്ചാൽ കർണാടക, ബാക്കിലേക്ക് വെച്ചാൽ കാലെടുത്ത് വെച്ചാൽ അങ്ങനെയല്ല. കുറച്ചപ്പുറം പോയാൽ പുഴേന്റെ അപ്പുറം മറ്റേ കർണാടക കളഞ്ഞ് നമ്മള് മറ്റേ ഇവിടെ കണ്ടിട്ടില്ലേ, പാകിസ്ഥാനും ഇന്ത്യയൊക്കെ പോലെ ബംഗ്ലാദേശ് പുഴ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ബോർഡറും ഇല്ല, ഒന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മള് ബംഗ്ലാദേശിലോട്ട് നമ്മളൊന്നും ഇല്ലാതെ ക്യാമറ ഒരു സാധനം ഇല്ലാതെ നമുക്ക് അപ്പുറത്തേക്ക് പോയി വരാം. വൈകുന്നേരം വന്നാൽ മതി. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. ഇവന്റെ വീട്ടിൽ കർണാടകയിലേക്ക് പോകണം അങ്ങനെയല്ല, ബാക്കി കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കർണാടകത്തിലേക്ക് പോകാം, ഫ്രണ്ടിലേക്ക് വന്നാൽ കേരളത്തിലേക്ക്. അപ്പൊ വീടിന്റെ അപ്പുറത്തേക്കാണ് ഇപ്പുറത്തേക്കാണ് ഇറങ്ങണേന്ന് തീരുമാനിച്ചാൽ മതി അല്ലേ? കർണാടക അറിയത്തില്ല, കന്നഡ പിന്നെ അറിയില്ല കേട്ടോ, അത് വലിയൊരു പ്രശ്നമായി പോയി. മഴ മാറി, മഴ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഇവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്.
അതുകൊണ്ട് ഇവൻ നാശമായി പോകുന്ന ഞങ്ങൾക്കൊരു പേടിയുണ്ട്. എന്തായാലും കേരളത്തില് പഠിക്കും, കാരണം 2 കൊല്ലം അവിടെ പഠിച്ച് 2 കൊല്ലം കർണാടകത്തിൽ പഠിക്കും. ഇപ്പൊ ബാംഗ്ലൂരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തൊട്ടി കർണാടകത്തിലേക്ക് പോവാണ്, നശിക്കാനാണോ നന്നാവാനാണോ എന്നുള്ളത്. അല്ല, തൊട്ടി ഒരിക്കലും അങ്ങനെ പോകില്ല. തൊട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ അജിൽ എന്ന് വിളിച്ചോണ്ടിരുന്ന വീഡിയോ തുടങ്ങിയപ്പോ തൊട്ടി. ക്ഷമിക്കണം കേട്ടോ, ഇവന്റെ ശരിക്കുള്ള പേര് അജിൽ എന്നാണ്. അജിലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അജില് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ 4ാം ക്ലാസ്സിലായിരുന്നു, അല്ല 5ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ അപ്പം തൊട്ടുള്ള പരിചയം ഇവൻ നമുക്ക് അങ്ങനെ ചെയ്യുന്ന നമുക്കറിയാലോ. നമ്മളെ ശരിക്കും വെക്കും എന്നുള്ളത് നമുക്കറിയാലോ. കണ്ടോ, കൂടെ നിന്നിട്ട് കഴുത്തിലടിയെന്ന് പറഞ്ഞു പറയാ. എന്തായാലും ഇരിത്തിപ്പുഴയുടെ നമുക്ക് അപ്പുറത്തേക്ക്, ആ തോടിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റിയ അടിപൊളിയാണ്. എന്തായാലും പുല്ല് ഇങ്ങനെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് പ്രതീക്ഷിട്ടാ ആ മറ്റേ പാലമില്ലേ, അതിന്റെ അപ്പുറത്തൂടെ വേണം പോവാൻ പറ്റും. പക്ഷെ അവിടെ ഒരു ചുഴിയുണ്ട്. ചേട്ടൻ നീന്തറിയത്തില്ലാത്ത മാത്രം കൊണ്ടാകാം. ഏത് ചേട്ടൻ? അല്ല, ശേഷാഷൊക്കെ അടിക്കുന്നുണ്ട്. ആൾക്കാർ ആയിരിക്കും നീ വല്ല 1.5 അടിച്ചിട്ട് സംസാരിക്കണേ. പ്രത്യേകം പറയണം, ഇവനൊരു കുഴപ്പമില്ല. അല്ല, കഴിഞ്ഞ ദിവസേ നമ്മള് ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞേ നാക്കിന് ഒരു ചെറിയ വളവുണ്ട്, നീ എങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ മേലോട്ട് നോക്കി. അത് കുഴപ്പമില്ല, നാവിന് ചെറിയ പ്രശ്നമുള്ളത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള വേറെ ഒന്നല്ല. കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടേ അതും പറയും. അപ്പൊ അതൊന്നല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾക്ക് ഈ കേക്ക് ആവണ വരെ നമുക്ക് സമയം പോകണം. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രതീക്ഷ പറഞ്ഞു. നമ്മള് കേട്ടോളാം. ആ കേക്കല്ലടാ, കേക്ക് നമ്മുടെ സെലിബ്രേഷൻ കേക്ക് 7 മണി കഴിഞ്ഞിട്ട് ചെന്നാ മതി. അപ്പൊ നമുക്ക് അതുവരെ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുക. ഇനി ക്യാമറ എടുത്ത് തള്ളുമ്പോഴേ എന്താ പറയാ, ഇവിടെ ഇഷ്ടംപോലെ ചാണാനുണ്ട്, വേണേ നമുക്കത് വെച്ച് അങ്ങോട്ട് കൊണ്ട് എറിഞ്ഞ നമുക്ക് എന്ത് കളി കളിക്കാം നിങ്ങളുടെ നാട്ടില്. അതന്നെ, നീ ചാണകത്തിലുള്ള കളിയില്ല കേട്ടോ. ആരും കണ്ടിട്ടില്ല. നമ്മൾ കുട്ടിയുടെ കാത് നോക്കിയ 2 കാത്. എല്ലാവരും ശ്രമിക്കുക, കുട്ടീനെ ശ്രമിക്കുക. നല്ല കുട്ടികൾ 2 കാതും കുത്തുമെന്നാണ് പറയണേ. അതിന്റെ വീഡിയോ ഇന്ന് വൈകിട്ട് വരുന്നുണ്ട്. ഇന്ന് ഏത് കാത് കുത്തി? നമ്മുടെ ഈ ബുൾജെറ്റ് ചാനൽ. യെസ്. അപ്പൊ ഇന്ന് എന്തായാലും ആ വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തലകുത്തി മറിയാം, അങ്ങനെയുള്ള എന്റർടൈൻമെന്റ്. തൊട്ടിയുടെ താടിയും കണ്ടിട്ടുണ്ടോ? 2 പേരും ഒരേ താടിയാണ്. അത് ഒരേ താടിയല്ല, നിന്റെ താടി നിന്റെ താടി, അവന്റെ താടി അവന്റെ താടി. ഇത് കറുത്തിട്ടിരിക്കുന്നു. ക്ഷമിക്കണം, ഒരബദ്ധം പറ്റി, കയ്യബദ്ധം. എന്തായാലും ഇവിടെ നമുക്ക് തല കുത്തി മറിയാൻ കുറച്ച് നേരം. അതാണ് ഇപ്പൊ എന്റർടൈൻമെന്റ്. പ്രതീക്ഷയുടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ വണ്ടി ഇറക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓടിക്കാം. പക്ഷെ വണ്ടി ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഗൈസ്, ഞങ്ങളൊന്ന് നോക്കി നോക്കട്ടെ, വണ്ടി ഇറക്കാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. വണ്ടി ഇറക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് വണ്ടി ഇറക്കി കറക്കുന്നതായിരിക്കും. ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ. അപ്പൊ ഞങ്ങളൊന്ന് നോക്കി നോക്കട്ടെ, പറ്റിയാലും ഇറക്കും, ഇല്ലെങ്കിൽ കറി കയറും. നമ്മുടെ വണ്ടി ഇറക്കേണ്ട മോഹം റെഡി ആവില്ല കേട്ടോ. അതായത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ് ഇവിടുത്തെ. നിന്റെ പേരെന്തേടാ? ഇവന്റെ വീടിന്റെ മുന്നിലാട്ടോ നമ്മൾ വണ്ടി ഇട്ടത്. അപ്പൊ ഇവൻ പറയണ ഇവിടെ വണ്ടി ഇറക്കാറില്ല ആൾക്കാർ. ബൈക്ക് ഇറക്കും അല്ലേ? ബൈക്ക് ഇറക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇത് ഇത്ര ഗ്യാപ്പുള്ളൂ, ചെറിയ ഗ്യാപ്പുള്ളൂ. വണ്ടി ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുക. അപ്പൊ ഇവിടെ ബൈക്കിൽ റേസിംഗ് ഒക്കെ നടത്താറുണ്ടോടാ? ഇല്ല, വെറുതെ വന്നിട്ട് നമുക്ക് ഓടിച്ചു പോകും അല്ലേ. അപ്പൊ എന്തായാലും അടിപൊളി സ്ഥലമായിരുന്നു. നമ്മൾ ബൈക്ക് മേലേക്ക് ഏറിക്കൂടി ഓടി വെറുതെ ഓടിച്ചു കൊടുക്കും. എന്തിനാ വണ്ടി ഇറക്കുന്നത്? എടാ, അങ്ങനെയല്ലടാ ചോദിക്കണത്, തട്ടയ്ക്കണതാണോ എന്ന് ചോദിക്കുന്നത്. അതായത് ഇവിടെയൊക്കെ കൈവിട്ട് ഓടിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം, അത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു നല്ല ഗ്രൗണ്ട് കിട്ടിയിട്ട് ഇതിൽ പിടയ്ക്കുമോ എന്ന് ചോദിക്കണേൽ നമ്മൾ എന്താ പറയാ, വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ചോദിക്കില്ല ഇത്ര നല്ല ഗ്രൗണ്ടിൽ പിടയ്ക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഗൈസ്, നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞു ഇവിടെ ഏതാണ് കുട്ടാ സ്ഥലം നീ പറഞ്ഞേ? കാവിന്റെ അടുത്ത്. ഏതാ? കാവിന്റെ അടുത്ത്, പെരുമ്പറമ്പ് കാവിന്റെ അടുത്ത് ഗ്രൗണ്ട്. അവിടെ ഈ മലപ്പുറം എങ്ങ് വിട്ടേ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഇവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ലഹരി, ഒരു ഭ്രാന്താണ്. അതെടാ ഇവിടെ. ഓ, തൊട്ടി പൊളിച്ചു, എന്റെ ദൈവമേ. കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. അവൻ റേസിങ്ങിനൊക്കെ പങ്കെടുത്തിട്ടുള്ള കാരണം ഒറ്റടി അങ്ങ് ഓടിച്ചു, പ്രശ്നം ഉണ്ടായില്ല. ഇവന് എത്ര ഓടിച്ചിട്ടുണ്ടോ റേസ്? ഇത് കൂട്ടിയിട്ട് ഇപ്പൊ മൂന്നാമത്തെ റേസ്. 3 വണ്ടി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ വണ്ടിക്ക് ഞാൻ മാറ്റുന്ന വരികയാണോ ദൈവമേ. എന്തായാലും ഗ്രൗണ്ടിന്റെ അവിടേക്ക് വിടാം. ഞാൻ പറഞ്ഞു തീർന്നില്ല, പറയാം. നമ്മുടെ ഈ മറ്റേ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഇവിടെ ഫുട്ബോളും വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്താ. അത് ശരി ചേട്ടാ, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ. വണ്ടി, ഫുട്ബോള്, ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ഉള്ളവർ എന്തും ചെയ്യും. സംഭവം ശരിയാ, അതല്ലെന്ന് പറയാൻ പറ്റില്ല. കേട്ടോ, നീ വഴി പറയടാ. ഇതാണോ നീ പറഞ്ഞ സ്ഥലം? ദേ കണ്ട, ഇഷ്ടം പോലെ ആൾക്കാർ റെഡിയിൽ കളിച്ചോണ്ടിരിക്കട്ടെ. 2 ശരിക്കുള്ള ചെളിയിൽ കളി കേട്ടാ.
അത് മഴ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും കളിക്കും. സാധാരണ മഴ വന്നിട്ടുണ്ടെങ്കിൽ ആരും കളിക്കുമല്ലോ. ഇവിടെ ഇത് ചെളി ആയാലും കുഴപ്പമില്ല, അങ്ങോട്ട് പൊളിക്ക് തന്നെയാണല്ലേ. എന്ത് ചെളി ആയാലും അടിച്ച് കയറി പൊളിക്ക് തന്നെയാണല്ലേ. ഓക്കെ. ആ നിങ്ങളവിടെ ഒരുപാട് പ്രത്യേകത, ഇരുട്ടി എന്ന് പറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ. വന്നപ്പോഴാണ് മനസ്സിലായത്. ക്യാമറയിലേക്ക് അടി കിട്ടാണോ? അല്ല ചേട്ടാ കളിക്കുന്ന ഈശ്വര. എന്തായാലും നമുക്ക് കുറച്ചു നേരം കളി കാണാം കേട്ടോ. മിസ്സായി ജസ്റ്റ് മിസ്. നോക്കിയേ, കണ്ടം ട്രാക്ടർ വെച്ച് പൂട്ടിയിട്ട പോലെ കേട്ടോ പിള്ളേര് ബൂട്ടിട്ട് ഓടിയിട്ട് ചെളിയായിട്ട് കിടക്കണത്. നോക്കിയേ സൗണ്ട് പൊടിയായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഒരു 4 മണിയാകുമ്പോൾ കളിക്കണം ഒരു ഇതായിരിക്കും ചിന്തയായിരിക്കും. കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടുള്ളൂ. പിള്ളേരിപ്പോ കുടിക്കാൻ വേണമെങ്കിൽ എന്താ 2 കളിക്കും കളിച്ചോ. വേണ്ട, നിനക്ക് കളിച്ചൂടെ? നല്ല ഡ്രസ്സാലേ. വേണ്ട അല്ല ചേട്ടാ, ബൂട്ട് ഇട്ടിട്ടില്ല, കാലിട്ട് ചവിട്ടിട്ട് ഞാൻ. ശരി നിനക്കാണെങ്കിൽ കിട്ടും. നിന്നെ വെറുതെ കണ്ടാൽ തന്നെ ഒന്ന് ചവിട്ടാൻ തോന്നും. പിന്നെ അതിന്റെ ഇടയ്ക്ക് കാലുമ കിട്ടി. ഗോള് വേണം. സന്തോഷം. ബോളെ വെള്ളം കുടിച്ച് ബോൾ ഭയങ്കര കാണാതിരിക്കും. മഴ തുടങ്ങി, മഴയായി. അവർ കളി നിർത്തിയിട്ടില്ല, പക്ഷെ നമ്മൾ പോവാണ്. വാ കയറിക്കോ, നമുക്ക് പോവാം. മോനെ കയറാ, വീട്ടിൽ കൊണ്ടുവിടാം. കേക്ക് മേടിച്ച ബേക്കറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 കിലോമീറ്റർ ഇല്ലേ? 10 കിലോമീറ്റർ. ഈ മണം കേട്ടിട്ട് ഇരിക്കാൻ പറ്റണില്ല. ഇത് വീട് വരെ എങ്ങനെ നമ്മൾ തിന്നാണ്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ചിന്ത. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കാം. അജിൽ പടയ്ക്കൂ, റൈസ് പോലെ പോട്ടെ. നോക്കണം, കുലുങ്ങിയാൽ താഴെ വീഴും. കേക്കുണ്ട്, എല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ. 100 K എന്നുള്ള ചിലപ്പോ 1 K മാറി പൂജയൊക്കെ കരയില്ല അവിടെ ചെല്ലുമ്പോ. ഇല്ലില്ല. എല്ലാം കഴിച്ചു. സാറിന്റെ ആണോ പ്രതീക്ഷയുടെ ആണോ പിറന്നാളെന്ന് അറിയത്തില്ല ഇപ്പോഴും. അല്ല, കഴിഞ്ഞ വട്ടം മറ്റേ മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഇത് പിറന്നാളല്ല, ഇത് നമ്മള് ആരാ പിറന്നാളെന്ന് നിങ്ങള് വർഷം 2 പിറന്നാളുണ്ടോ? എടാ ഇത് പിറന്നാളല്ല, ഇത് 100K സെലിബ്രേഷൻ. 100K സെലിബ്രേഷൻ. ആ മനസ്സിലായില്ല അല്ലേ? താങ്ക് യു സാർ, താങ്ക് യു. ജോസ്മി സാറുണ്ട് കേട്ടോ അവിടെ. 100K കഴിഞ്ഞിട്ട് കാലത്തായി കളഞ്ഞു. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് എല്ലാ ഫുഡും ആയിട്ട് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മയുണ്ട്, ദേ ഇവിടെ പുതുപ്പെണ്ണ് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വെളിച്ചത്തേക്ക് കാറിൽ കയറി നിൽക്കുക, ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ജോസ്മി സാറുണ്ട്, അജിലുണ്ട്, അജിലിന്റെ 2 അനിയന്മാരുണ്ട്. നീ എന്താ പെണ്ണിന്റെ വേഷമൊക്കെ കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ചെറിയ ഫോട്ടോ കാണിക്കുന്നു. ഫോട്ടോ തന്നാ മതി. ഇവനെ പെണ്ണിന്റെ വേഷം കെട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ആ വീഡിയോ, ആ ഒരു ഫോട്ടോ ഞാൻ ഇതിന്റെ ഒപ്പം ഇടുന്നതായിരിക്കും കേട്ടോ. കാണിച്ചു തരും. അപ്പൊ അതുപോലെ നമ്മളൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. 100K എന്ന് എഴുതിയിട്ടുള്ള കേക്ക്. വന്നപ്പോ തന്നെ കത്തി ഒടിച്ചിരിക്കുന്നതാണ് അല്ലേ? ഓക്കെ, എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നോ? പ്രതീക്ഷേട്ടൻ തന്നെ തുടങ്ങാം. പ്രതീക്ഷേട്ടൻ മുറിക്കല്ലോ. പ്രതീക്ഷേട്ടാ ഒടിഞ്ഞു പോലോ. പ്രതീക്ഷേട്ടൻ കത്തി ഒട്ടിച്ചിട്ട് വേണ്ടി വരും. കൊച്ചിനൊരു ഡൗട്ട് ഉണ്ട്, മേടിച്ചതാണോ ഇത് ഉണ്ടാക്കിയതാണോ? എവിടെ നിന്നായാലും ഉണ്ടാക്കാണ്ട് നമുക്ക് കിട്ടുമോ? എന്നാലല്ലേ മേടിക്കാൻ കിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ ഇപ്പൊ? അല്ല, ഏറ്റിയും കാർഡിൽ മുറിക്കാട്ടോ. ഏതാ ഏറ്റിയും കാർഡിലും മുറിക്കാം. ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്, എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇത് മുറിക്കുന്ന 2 ഭാഗം റെഡിയല്ലേ? ഓ ഗൈസ്, ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷേട്ടന് 100K സബ്സ്ക്രൈബർ ആയില്ല. അതിലൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തവാങ്ങി വെച്ച് 2 വഴികളുണ്ടായിരുന്നു. പ്രതീക്ഷയുടെ 2 വഴിയിലായിരുന്നു തിരിച്ചു വരുന്നത്. പക്ഷെ പ്രതീക്ഷയുടെ നമ്മളെടുത്ത് വന്നു, നമ്മളായിട്ട് കണ്ടുമുട്ടി. അന്ന് പ്രതീക്ഷയുടെ നമ്മളോട് ചോദിച്ചൊരു കാര്യം, ഒരു 2 ദിവസത്തേക്ക് ഒന്ന് കൂട്ടാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷയോട് നമ്മൾ പറഞ്ഞു, പ്രതീക്ഷേട്ടാ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ കൂടുതൽ നിൽക്കുവാണെങ്കിൽ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് കഴിവുണ്ട്, ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തവാങ്ങിന്ന് കൂടുതൽ കൂടിയ മനുഷ്യനാണ്. അന്ന് മുതൽ ഇന്ന് വരെ
നമ്മുടെ കൂടുതലുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ലെ ജോസ്മി സാറേ? അല്ലെ, ഒരു പ്രതീക്ഷയോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും പ്രതീക്ഷ അത് കറക്റ്റ് ഉൾക്കൊള്ളും. പ്രതീക്ഷയോട് ആ കാര്യങ്ങൾ പറഞ്ഞ പ്രതീക്ഷ മനസ്സിലാവും. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇന്നേ വരെ പല ആൾക്കാരും നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ അങ്ങനെയല്ല, നമ്മുടെ തന്നെ കൂടുതലുണ്ടായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ഈ ഒരു 100K എന്ന് പറയുന്നത്, കാരണം പുള്ളിക്കാരൻ ഏതാണ്ട് 400 വീഡിയോകളോളം ഇട്ടിട്ട് റീച്ച് പോലും കിട്ടാണ്ട്, എന്നിട്ടും പുള്ളി ഇത് നമ്മളെ കണ്ടിട്ടാണെങ്കിലും പുള്ളി നമ്മളോട് ഇങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണം അങ്ങനെയൊന്നുമല്ല. പ്രതീക്ഷയോട് നമ്മൾ അങ്ങോട്ട് പറയുന്നത് നമ്മൾ കൂടുതൽ ഉറപ്പായിട്ടും നിങ്ങൾ രക്ഷയോടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് പ്രതീക്ഷേട്ടൻ്റെ 300-400ഓളം വീഡിയോ ചെയ്തു. അതിനുശേഷമുള്ള വീഡിയോകളെല്ലാം വെച്ച് പിടിച്ചു അല്ലേ? അപ്പൊ ഇതാണ് ഞങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നിങ്ങളാണ് ഇത് മുറിക്കാൻ അർഹതപ്പെട്ടിട്ടുള്ളത്. അല്ല, അതേപോലെ തന്നെ നമ്മളും ഇതുപോലെ തന്നെയായിരുന്നു. 100-150-200ഓളം വീഡിയോ ചെയ്തിട്ട് ഒരു മനുഷ്യൻ പോലും കാണാനില്ലായിരുന്നു. പക്ഷെ ടിം എന്ന് പറഞ്ഞാൽ നിങ്ങളും ടിം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്ന ഒരിക്കലും ഒരു ബലം ഉണ്ടാവും. പക്ഷെ നമ്മൾ സാഹചര്യത്തിനെ അതുപോലെ സന്ദർഭങ്ങളെ കുറ്റം പറഞ്ഞു തന്നിട്ട് ഇല്ല കാര്യമില്ല. ഇന്നിപ്പോ ഈ ഒരു നിമിഷം എത്തിയില്ലേ, സന്തോഷം. പ്ലേ ബട്ടൺ കൈ മേടിക്കണം. എന്താ പറയാനുള്ള, എനിക്ക് എന്തെങ്കിലും പറയടാ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. നല്ല കേക്കായിരുന്നു, നല്ല ഇതായിരുന്നു. തവാങ്ങിൽ അന്ന് 2 വഴികളുണ്ടായിരുന്നു. അതിൽ ആ വഴിക്ക് പോയിരുന്നെങ്കിൽ നിങ്ങളെ കാണില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ വഴിക്ക് വന്നു. എന്താണ് അന്ന് കണ്ടുമുട്ടിയതിനു ശേഷം ഇന്നും പ്രതീക്ഷയായിട്ടേക്ക് ഞാൻ കുറെ ഐഡിയാസ് പറഞ്ഞു. എന്നാലും ഫ്രഞ്ച് ഫ്രൈ ഞാനല്ല കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. തീർച്ചയായും അതൊന്നും പ്രതീക്ഷ കേട്ടില്ലെന്നാണ് പറയല്ല സാറേ. ഞങ്ങൾ അവിടുന്ന് മുതല് ഞങ്ങൾ 2 പേരായിരുന്നു ഒരുമിച്ച് യാത്ര. അവൻ മറ്റേ വണ്ടി എടുക്കുമ്പോ ഞങ്ങള് കാറിലായിരുന്നു. അപ്പൊ ഏറ്റവും അധികം കൂടുതൽ അന്ന് മുതൽ സംസാരിച്ചു തുടങ്ങിയത് ഞങ്ങളായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ വരെ എത്തി. എന്താ പറയാ, പ്രതീക്ഷേട്ടന് 100K അടിച്ചൊരു വലിയ സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ചാല് പ്രതീക്ഷേട്ടന് വരുമ്പം തന്നെ നമുക്ക് അറിയാമായിരുന്നു. നീ പൊന്ന അടിച്ച പോലെ നിന്നിട്ടാ പ്രതീക്ഷേട്ടന് അല്ല, പ്രതീക്ഷേട്ടന് ഇങ്ങനെ കിട്ടുമെന്ന് അറിയാമായിരുന്നു. പ്രതീക്ഷേട്ടന് കഴിവുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. നമ്മളൊരു കാര്യം നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷേട്ടൻ അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ ഞങ്ങള് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടുതലില്ല എല്ലാ കാര്യത്തിനും. അല്ലെ, നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും ഒരു യൂട്യൂബർ കമ്മ്യൂണിറ്റി ആയിട്ടല്ല നമ്മൾ ഹെൽപ്പ്. ഞങ്ങൾ തമ്മിൽ എല്ലാ ആൾക്കാരും നമ്മളൊരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ആയിട്ടല്ല, നമ്മളൊരു ഫാമിലി സുഹൃത്ബന്ധമായിട്ടാണ് ഇപ്പോഴും. പലരും യൂട്യൂബ് മുഖാന്തരമാണ് നമ്മുടെ കമ്പനിയിൽ നിന്നാണ് പല ആൾക്കാരും. അപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധമാണ്. പിന്നെ പ്രതീക്ഷയുടെ ഏറ്റവും വിഷമം എന്താ വെച്ചാല്, എന്റെ ചാനലിൽ വന്ന് പ്രതീക്ഷയുടെ എന്തെങ്കിലും പറയാം, അപ്പം പ്രതീക്ഷയുടെ ചാനലില് അപ്പാടെ പ്രതീക്ഷയുടെ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു സന്ദർഭം ആയതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം വീഡിയോ ചെയ്തത്. അല്ലാണ്ട് നിങ്ങളെ മുഖം കാണിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്ത എന്റെ കമന്റ് ബോക്സിൽ കണ്ടമാനം മോശമായിട്ടുള്ള കമന്റ്സ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചൊരു വീഡിയോ ചെയ്യാറില്ലല്ലോ അല്ലെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് കുറെ പ്രതീക്ഷേട്ടനെ സബ്സ്ക്രൈബ് ചെയ്ത് അവരോടും കൂടെ നന്ദി. ഇത് ശരിക്കും പറഞ്ഞാൽ 100K സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എല്ലാ സബ്സ്ക്രൈബർമാരോടും നമ്മൾ നന്ദി പറയാണ്. നിങ്ങളുടെ ഫാമിലിയോട്, നമ്മുടെ ഫാമിലിയോട് നന്ദി പറയാണ്. ചേട്ടന്റെ ചേച്ചിയോടും ചേട്ടനും അത് ഞാൻ വീട്ടില് ഇതേപോലെ തന്നെ KFC അവിടെ മേടിച്ച് തിന്നോളാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സംഭവം പ്രതീക്ഷന്റെ ഒരു ജീവിതത്തിലെ ഒരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു യൂട്യൂബിലെ ഇൻഡസ്ട്രിയിൽ ഒരു ട്വിസ്റ്റ്, അത് പ്രതീക്ഷേട്ടൻ്റെ തൃശ്ശൂരിലുള്ള ഒരു നാട്ടിലുള്ള ഒരു യൂട്യൂബറിന്റെ അടുത്ത് പ്രതീക്ഷേട്ടൻ ഇതേപോലെ ഒരു സഹായം ചോദിച്ചില്ലാണ്. അപ്പൊ പ്രതീക്ഷേട്ടൻ എന്നെ പറഞ്ഞ് പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞു. അത് പറഞ്ഞതൊന്നും ശരിക്കും പറയാൻ പാടില്ല. അപ്പൊ അത്രയും വിഷമത്തോടുകൂടി അത് കേട്ടൊക്കെ ഞങ്ങളോട് യാത്ര പറയുന്നത്. അപ്പൊ പ്രതീക്ഷ അതൊന്നും വിഷയല്ല പ്രതീക്ഷയെന്ന് പറഞ്ഞു. അപ്പൊ പ്രതീക്ഷ നിങ്ങൾ ഇങ്ങനെയായിരുന്നു. പ്രതീക്ഷയുടെ നമ്മളോട് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഇവരെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഇവരെ പറ്റി എന്തായിരുന്നു പ്രതീക്ഷ? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർമാർ ഇപ്പൊ ഇവര് നിൽക്കണോണ്ട് പറയാം. അതെ, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബറിൽ ആൾക്കാരിൽ 2 പേരായിരുന്നു ഇവര്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവരുടെ പോലെ ട്രാവൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു എല്ലാ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ പോലെ ട്രാവൽ ചെയ്യാൻ. ചേട്ടനോ അനിയനും അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോയി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കിടക്കണം. അതാണ് നമ്മളൊക്കെ മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞാൽ ആക്കിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ എന്താ പറയുക, യാത്രകൾ ചെയ്യുമ്പോൾ ഇവർ പല കാര്യങ്ങളും നമ്മൾ ഇവരെ അനുകരിച്ച് ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ് ഇവരുടെ
ഇവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും ഇവർ ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ കാരണം ഇവരുടെ കൂടെ കൂടി കഴിഞ്ഞുള്ള വീഡിയോകളും പിന്നെ പ്രതീക്ഷയുടെ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കാറുണ്ട്. തീർച്ചയായും. കാരണം എനർജി ലെവൽ ഇവരെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു യൂട്യൂബിലേക്ക് വന്നപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കില്ല, അതിൽ ഇവരൊപ്പം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്, ഇവർ ഞാൻ തമ്മിലുള്ള കോമ്പിനേഷൻ വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവർ പറഞ്ഞു തരുമ്പോൾ ഓരോ പ്രാവശ്യം ക്യാമറ പിടിക്കാനാണെങ്കിലും ആ നമ്മളിൽ നിന്നും എന്താണ് ആൾക്കാർക്ക് വേണ്ടത് അതുപോലെ പ്രതീക്ഷേട്ടൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതീക്ഷേട്ടന് വേറെ പബ്ലിസിറ്റിയും കാര്യങ്ങളും വേണ്ട, പ്രതീക്ഷേട്ടൻ്റെ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, കാണും എന്നാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ അടുത്ത് എൻ്റെ വീഡിയോകൾക്ക് വേണ്ടി പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞു തന്ന കാര്യം എന്താണ് അത് കറക്റ്റ് ഞാൻ അനുസരിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ കൂടെ കൂടിയിട്ട് ഇന്ന ഒരാളാണ് ഈ കൂടെ വരുന്നത്, ഇയാൾക്ക് ഇന്ന ചാനലിലൊന്നും ഇവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇല്ല അതെ ഓട്ടോമാറ്റിക്കലി അല്ലേ. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാറേ. തവാങ്ങില് ഇതേപോലെ കണ്ടപ്പോൾ നമ്മൾ നൈറ്റ് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടുന്ന് പിറ്റേ ദിവസം പോരാൻ നേരത്ത് ഞങ്ങളുടെ വണ്ടി എടുത്ത് പോരണം. അപ്പോൾ പ്രതീക്ഷയുടെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, കാരണം പുള്ളി സിംഗിൾ ആയിട്ടാണ് യാത്ര ചെയ്തത്. അപ്പോൾ അവസാനം എൻ്റെ വണ്ടി ഒരു വളവിൽ എത്താൻ നേരത്ത് പുള്ളിക്കാരൻ ചോദിക്കാം ഞാൻ വന്നോട്ടെ, അന്ന് കൂടിയതാ അല്ലേ. പാത്രത്തിന്റെ അപ്പുറം ഇപ്പുറം ഞങ്ങൾ രണ്ടും പാത്രം കഴുകാൻ വേണ്ടി എന്നെ സഹായിച്ചു. ആദ്യമായിട്ട് അതെ അതായത് അന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ പാത്രം ഉണ്ടായിരുന്നു. എല്ലാരും വെറുതെ പാത്രം ഇട്ടു കഴിയുന്നുണ്ട്. പിന്നെ പ്രതീക്ഷയുടെ നമ്മുടെ കൂടുതലുള്ള നമ്മളെല്ലാം ഒരേ വേവ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ റോട്ടിലായാലും എവിടെയല്ലേ പെടയ്ക്ക് പെടയാണ് അല്ലെ. നമ്മുടെ ഭാഷ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഇട്ട് കഴിഞ്ഞാല് നന്നായിട്ട് റഫായിട്ട് അല്ലെങ്കിൽ വലിച്ചു വരി കൃത്യത ഒരു തട്ട് തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടിനെ ഒരിക്കലും വിഷമമായിട്ട് കാണാറില്ല. വണ്ടി ഇങ്ങനെ തട്ടി അതൊരു വിഷമമില്ല, അത് മുട്ടും തട്ടും. അപ്പം നമ്മുടെ വേവ് ലെങ്തിന് പറ്റിയ ആളാണ് നമുക്ക് മനസ്സിലായി. പറയാൻ കാരണം എന്താ, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് എന്റെ വണ്ടി ഒരു ഇതാണ് കേട്ടോ. സാറ് ചോദിച്ചില്ലേ ഇവരിൽ നിന്ന് എന്ത് സംഭവമാണ് വണ്ടി ഓടിക്കുന്ന രീതികൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് എബിൻ്റെ. ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഡ്രൈവിങ് കാര്യങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഞാൻ എബിന് ഷെയ്ക്കൻഡ് കൊടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ തവാങ്ങിന്ന് ഇറങ്ങി വരുന്നൊരു ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാലേ ഒരു 1.5 ഡ്രൈവിംഗ് ആയിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ചരിത്രത്തില് ഒരു മനുഷ്യന് പോലും മറക്കാൻ പറ്റാത്ത അവസരം. കാരണം ഹിന്ദിയിൽ ഏതൊക്കെ ടൈപ്പ് തീറി ഉണ്ടെന്ന് ഞാൻ ബ്രേക്കൊക്കെ എങ്ങനെ പോകാന്ന് ഞാൻ പഠിച്ചു, എങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് ഞാൻ പഠിച്ചു. അതൊക്കെ സത്യം പറഞ്ഞാൽ സാറേ ഒരു 600 കിലോമീറ്ററോളം ബ്രേക്ക് വണ്ടിയുടെ പോണെങ്കിൽ സാറൊന്ന് ആലോചിച്ചു. 2 വണ്ടിയുടെയും കാര്യം പോണെങ്കിൽ എങ്ങനെ. ഞാൻ ഇന്നലെ ആലോചിക്കായിരുന്നു, ഇന്നലെ കലാങ്കി കയറിയപ്പോ തിരിച്ചിറങ്ങിയപ്പോ ഞാൻ എഞ്ചിൻ കയറില്ല ഫുള്ള് ഇവരെ അങ്ങനെ കലാങ്കി ഇന്നലെ കലാങ്കി പോയി. അപ്പൊ അവിടുന്ന് എഞ്ചിൻ കയറിൽ ഇറങ്ങി വരുന്നത്. അപ്പൊ നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല, കാരണം ബ്രേക്ക് ചവിട്ടാഞ്ഞിട്ട് പോലും ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പൊ എഞ്ചിൻ കയറിൽ ഇറങ്ങി വരുന്നത് ഫ്രണ്ട് നിങ്ങൾ എങ്ങനെ വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ചവിട്ടി കിട്ടും എന്നുള്ള ആകാംക്ഷ. ആ വണ്ടി കൊണ്ടാണ് സംഭവം വെച്ചാൽ നമ്മുടെ ഓമിനിക്ക് ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതിന് നമുക്ക് ബ്രേക്ക് ഇല്ലെങ്കിലും എന്തില്ലെങ്കിലും ഇപ്പൊ എനിക്ക് എബിന്റെ പോലത്തെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ കംഫർട്ടായിട്ട് ഡ്രൈവിംഗ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഓടിക്കും. അതേപോലെയായിരുന്നു ഞങ്ങള് വന്നത്. അല്ലാതെ എന്റെ കൂട്ടത്തിൽ ഞാൻ പറയും ദൈവാനുഗ്രഹം അല്ല പ്രതീക്ഷയോടല്ലാതെ വേറെ ആരും നമ്മൾ കൊടുത്തോണ്ട് നമ്മൾ ഉറങ്ങി താമസിച്ച് വരുന്നത്. പക്ഷെ ഇത് അടിക്കിടി ആളിലൊക്കെ എന്തായിരുന്നു അത് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ അവിടുന്ന് ഇവിടെ വരെ യാത്ര എന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഞാൻ പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി നമ്മൾ പഠിക്കും അല്ലേ? ശ്രദ്ധിക്കണുണ്ട് എന്റെ അമ്മ എന്തൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും അമ്മേ. അമ്മയ്ക്കും അപ്പനും എല്ലാവർക്കും ഞാൻ രാത്രി 2 മണിക്കാണ് ലിബിനെ വിളിച്ചു വെക്കുന്നത്. എടാ ഗ്രില്ലിന് എന്നാ പറ്റിയ അല്ലേ ലിബിനെ? അതൊരു കിളി അടിച്ചതാ. രാത്രി 2 മണിക്കാ വിളിച്ചു എടാ ഗ്രില്ലിന് എന്നാ പറ്റിയ. എല്ലാരും പ്രാക്ക് തുടങ്ങി. അല്ല പ്രസാദ് സാറ് ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു 2 പുതുപ്പെണ്ണ് ഇവിടെ നിൽക്കണ്ട, ഒന്നും പറയാല്ല കയറി വന്നു. എന്തായാലും ഇവിടെ ഇത് കഴിഞ്ഞ സാധനം കിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് കയറി വന്നു. നമ്മുടെ തൃശ്ശൂർക്കാരാ സാധനം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അലിഞ്ഞു പോകുന്നില്ലേ? നമുക്ക് മുറിക്കാടാ. അപ്പൊ ഞങ്ങള് ഈ കേക്കൊക്കെ മുറിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാ കേട്ടോ. എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇത് ഒരുത്തൻ തൊട്ടിയുടെ അനിയൻ, ഇത് തൊട്ടിയുടെ ഏറ്റവും ഇളയ അനിയൻ, അത് തൊട്ടി, ഇത് പ്രസാദ് സാറ്, ഇത് ജോസി സാറ്, ഇത് ഈ പ്രൊജക്ടിന്റെ മമ്മി.
അമ്മയുടെ പേര് സിസിലി. അപ്പൊ ഇത് നമ്മള് അങ്ങനെ എടുത്ത് പറയാണ്ടിരുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബുൾജെറ്റിന്റെ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ഇവരൊക്കെ പരിചയമുള്ളത് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയാണ്ടിരുന്നത്. അപ്പൊ എന്തായാലും കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടി പിടിക്കുക. ആ സാറിന്റെ ഇതിലൂടെ 3 പേരും കൂടിയിട്ട് ഇത് മുറിക്കണം. കാരണം വെച്ചാൽ 3 പേർക്കും പിന്നെ ഒരു കാര്യം ഇത് മുറിക്കുന്നുണ്ട്, എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല, അത് കിട്ടിക്കഴിയുമ്പോൾ കൊണ്ട് കാണിക്കണം. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല, കിട്ടും. കിട്ടിയ ഞാൻ ഇവിടെ കൊണ്ട് കാണിക്കും. ഒരു കേക്ക് അങ്ങനെ നശിപ്പിക്കാം എന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണ് 1 പേരും കൂടെ. നല്ല കാരമില്ല കേട്ടോ. കൈ വരക്കുന്നതിനാ ബാക്കി എനിക്കുള്ള പുള്ളിയുടെ ഞാൻ വിചാരിച്ചു അങ്ങ് ശ്വാസവാസത്തിലെത്തിന്ന് ഒന്ന് തള്ളി വിടുന്ന കണ്ടിട്ട്. കത്തി കൊടുത്തി പോകുന്നു കേട്ടോ. നമുക്കൊരു കത്തിക്ക് നല്ല സൂപ്പർ കേക്ക് കേട്ടോ. സൂപ്പർ മറ്റേ കത്തി ഇത് ഒടിച്ചില്ലേ പ്രതീക്ഷടാ. അമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കണ്ടേ പിന്നെ ഇവിടെ വന്നിട്ട്. അമ്മേ അമ്മേ ഇനി ആർക്കായിട്ടുള്ള തൊട്ടിക്ക് കുഞ്ഞാക്ക് കൊണ്ട് പിടി. ബാക്കി ഇനി വലിയ പീസ് വേറെ വരും അല്ലേ? ഞങ്ങള് തൃശ്ശൂർക്കാരെ ഒഴിവാക്കല്ല. ചേച്ചിക്ക് വലിയ പീസ് പിള്ളേർക്കും ചേച്ചിക്കും മതി. ഞാനൊരു ചെറിയ പീസ് എടുക്കാം. എനിക്കൊരു ചെറിയ പീസ്. അപ്പൊ എനിക്ക് പ്രതീക്ഷയോട് പറയാനുള്ളത് 100K ആയി. ഇനി അത് 200K 300K 400K 500K 1000K 1000 ഓ ഇങ്ങനെ പറഞ്ഞ കേക്ക് അതേപോലെ തന്നെ സാധനം ഞാൻ തരും. എന്നാലും കേക്ക് അടിപൊളിയല്ലേ? സൂപ്പർ ആയിട്ട്. ഓ ഇതാണോ പേപ്പറോ കഴിക്കാന്നോ കഴിക്കാന്നോ? ഇത് അങ്ങോട്ട് കൊണ്ട് കൂട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞാവ കയറി നിൽക്കുന്ന സ്ഥലം നോക്കിയവൻ ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കയറി നിൽക്കുന്ന സ്ഥലം കണ്ടോ? എവിടെയാണ്? തമ്പനയിലുള്ള ഫോട്ടോയാണ്. എല്ലാരും കിറുക്കന്മാരാ. അപ്പൊ അതുപോലെ തന്നെ അതെ നമ്മൾ മേടിച്ചിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്ററും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതിപ്പോ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് ഇതേ സെയിം അവിടെ മേടിച്ച് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? അല്ല ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വസ്ഥത കിട്ടില്ല. ഞാൻ ഇവിടെ ഒന്ന് മുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇതേപോലെ തന്നെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നിതയുടെ അടുത്തേക്ക് നിതയും കൊച്ചും ഇനി അവരുടെ മമ്മിയും അവരുടെ ഡാഡിയും കൂടി അവിടെ ഇരുന്ന് കഴിച്ചോളും. ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കും. ഈ 100 കേടെ കഴിച്ച് പകുതി അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇങ്ങനെ അടിച്ചു വിടുന്നില്ലേ? അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും സെയിം വേവ് ലെങ്ത് ആയതുകൊണ്ട് അയ്യോ നിങ്ങളുടെ പേര് വിജയം. പക്ഷെ സത്യത്തില് നിതേശിനെ ചതിച്ചതാ. ഓടോ തനിക്ക് 42 വയസ്സും ആ പാവപ്പെട്ട ചേച്ചിക്ക് 30 വയസ്സും. ഇതൊക്കെ പണ്ട് ഒരു ഭയങ്കര പൈസ ജന്മികളായിരുന്നു. ഇവര് ജന്മികള് അവര് പാവപ്പെട്ടാണ് കേട്ടോ. തള്ളുന്നു അല്ല പിന്നെ കേട്ടോ. എബിന് അസുഖം സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ലിബിൻ എങ്ങനെയുണ്ട് ഈ സംഭവം? അടാറ് പൊളി അല്ലേ? ഓ തമ്പലൈനാണോ? ഇനിയിപ്പോ വീടിന്റെ മുകളിൽ കയറേണ്ടി വരുമോ? ഞാൻ നോക്കണോ? അപ്പൊ ഞങ്ങള് ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ക്ലൈമാക്സിൽ കാണണ്ടേ? എന്താ നീ ഉറങ്ങാൻ പോകണോ?
ഓ ഗായ്സ്, നമ്മളിപ്പോ പ്രതീക്ഷേട്ടൻ്റെ ഈ 100K ആയതിൻ്റെ എല്ലാം കഴിഞ്ഞു. അന്നേരം നമ്മളിപ്പോ ഫുഡെല്ലാം കഴിച്ചിട്ടാ സാറ് എഴുന്നേറ്റിട്ടാ പ്രതീക്ഷയുടെ ഇതാ സാറിതാ എമ്മിച്ചേട്ട ഇതാ ഒരു മഹാലോക യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാണ്ടേ ഇവര് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് ബ്ലോഗ് ബാക്കിയെല്ലാരും ഇവിടെ എവിടേക്കോ പറഞ്ഞ കണ്ടോ ചോട്ടിച്ചോട്ടെ കണ്ടോ സാറ് അപ്പൊ എന്താ പറയാ എല്ലാ പരിപാടിയും ഞങ്ങൾ കഴിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ മുത്തിന്റെ സെയിം അല്ലേ ഇവരെ കാണാൻ നോക്കിയേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു ഏറ്റവും വലിയ കമ്പനി. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് പൂരിയാക്കിയോളൂ കേട്ടാ. അപ്പൊ ഓക്കെ, ബൈ 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 ബൈ.